ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ റസൂലിക വഹബീബിക സയ്യിദിന മുഹമ്മദ് വഅലാ ആലി സയ്യിദിന വമൗലാന മുഹമ്മദ്. സ്നേഹസമ്പന്നരായ സുഹൃത്തുക്കളെ, വിശുദ്ധ റമദാനിൻ്റെ പവിത്രമായ രണ്ടാം ദിനത്തിൽ വിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെട്ട സുപ്രധാനമായ ഒരായത്താണ് ഇന്ന് നമ്മൾ വിശദീകരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വിശുദ്ധ ഖുർആന് കൊണ്ട് നാളെ നമുക്ക് കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ വലിയ ശഫാഅത്ത് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. വിട പറഞ്ഞു പോയാൽ നമ്മുടെ ഖബറകത്തും ശേഷമുള്ള കാലങ്ങളിലും നമുക്ക് വേണ്ടി ശുപാർശകരായി നിൽക്കാൻ അള്ളാഹു സംവിധാനിച്ച ഏറ്റവും വലിയ ഒരു ഘടകമാണ് വിശുദ്ധ ഖുർആൻ എന്നുള്ളത്. വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നവരും അത് കേൾക്കുന്നവരും അതിനുവേണ്ടി അധ്വാനിക്കുന്നവരുമൊക്കെ ഈ ഗണത്തിൽ നാളെ ശഫാഅത്ത് ലഭിക്കുന്ന ഗണത്തിൽ പെടുമെന്നും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചതാണ്. അൽഹംദുലില്ലാഹ്, വിശുദ്ധ ഖുർആനിൻ്റെ 25-ാം അധ്യായം സൂറത്തുൽ ഫുർഖാൻ. സൂറത്തുൽ ഫുർഖാനിലെ അവസാന ഭാഗത്തുള്ള ആയത്തുകളാണ് ഇനിയുള്ള നമ്മുടെ ക്ലാസ്സുകളിൽ പ്രതിപാദ്യ വിഷയമായി വരുന്നത്. സൂറത്തുൽ ഫുർഖാൻ്റെ അവതരണം തന്നെ 77 ആയത്ത് ആണ് വിശുദ്ധ സൂറത്തുൽ ഫുർഖാനിലുള്ളത്. സൂറത്തുൽ ഫുർഖാൻ മക്കിയത്താണ്, അഥവാ ഹിജ്റക്ക് മുമ്പ് ഇറങ്ങിയതാണ് എന്നു സാരം. ഹിജ്റക്ക് മുമ്പ് ഇറങ്ങിയതിന് മക്കിയ എന്നും ഹിജ്റക്ക് ശേഷം വന്നതിന് മദനിയ എന്നും മദനി എന്നുമാണ് പരാമർശിക്കപ്പെടാറുള്ളത്. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അടക്കമുള്ള, ഖത്താദ റളിയല്ലാഹു അൻഹു അടക്കമുള്ള മഹാന്മാരായ സ്വഹാബിമാർ പറയുന്നത് 3 ആയത്ത് ഒഴികെ ബാക്കിയെല്ലാം മക്കിയാണ് എന്നതാണ്. അഥവാ ഭൂരിഭാഗം പണ്ഡിതന്മാരും ഈ വിശുദ്ധ സൂറത്തുൽ ഫുർഖാൻ മക്കിയത്താണ് എന്ന് പറഞ്ഞവരാണ്. ഏതായാലും വിശുദ്ധ ഖുർആനിലെ 25-ാം അധ്യായമാകുന്ന സൂറത്തുൽ ഫുർഖാൻ എന്തിനാണ് അവതരിച്ചത് എന്ന് മഹാന്മാരായ മുഫസ്സിറുകൾ പറയുന്നത് കാണാം. വിശുദ്ധ ഖുർആനിൻ്റെ മാഹാത്മ്യം ലോകത്തോട് പരിചയപ്പെടുത്തുന്നതിന് വേണ്ടിയും അതോടൊപ്പം നുബുവത്തിനെതിരെ വന്ന കോലാഹലങ്ങളെയും അപശബ്ദങ്ങളെയും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നുബുവത്ത്, ആ നുബുവത്ത് വാദത്തിനെതിരെ ആരൊക്കെ കടന്നു വന്നോ ആ ജൽപ്പനങ്ങളെയൊക്കെ പൊളിച്ചടക്കുവാനും ആരൊക്കെ അതുമായി വാദങ്ങളുമായി കടന്നു വന്നോ അവരെ പിന്തിരിപ്പിക്കാനും വേണ്ടിയാണ് സൂറത്തുൽ ഫുർഖാൻ അവതരിച്ചത് എന്ന് മഹാന്മാരായ മുഫസ്സിറുകൾ രേഖപ്പെടുത്തുന്നുണ്ട്. ഈ വിശുദ്ധ അധ്യായത്തിലെ 63-ാം വചനമാണ് നമ്മൾ ഇന്ന് ഇവിടെ പ്രതിപാദിക്കുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഇബാദുർ റഹ്മാനില്ലദീന യംശൂന അലൽ അർദി ഹൗനാ വഇദാ ഖാതബഹുമുൽ ജാഹിലൂന ഖാലൂ സലാമാ. വഇബാദുർ റഹ്മാൻ, റഹ്മാന്റെ അടിമ, അല്ലദീന യംശൂന അലൽ അർദി ഹൗന, അള്ളാഹുവിൻ്റെ അടിമ എന്ന് പറഞ്ഞാൽ അവർ ദുനിയാവിൽ വളരെ താഴ്മയോടെ ജീവിക്കുന്നവരാണ്, നടക്കുന്നവരാണ്. വഇദാ ഖാതബഹുമുൽ ജാഹിലൂൻ, അവർ അറിവില്ലാത്തവരുമായി കണ്ടുമുട്ടുകയാണെങ്കിൽ, സംസാരിക്കാൻ ഇടവരുകയാണെങ്കിൽ ഖാലൂ സലാമാ, ഞങ്ങളില്ലേ എന്ന് പറഞ്ഞ് ആ വഴി ഒഴിഞ്ഞു മാറുന്ന പ്രകൃതമാണ് അവർക്കുണ്ടാവുക എന്ന്
ഈ വിശുദ്ധ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. ഇവിടെ നമുക്ക് പ്രത്യേകമായി മനസ്സിലാക്കേണ്ടത് ഇബാദ് എന്നുള്ള പ്രയോഗം അബ്ദ് എന്നതിൻ്റെ ബഹുവചനമാണ്. അഥവാ അടിമകൾ, അടിമ എന്നതിൻ്റെ ബഹുവചനമാണ് ഇബാദ്, അടിമകൾ എന്നുള്ളത്. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബാദുല്ലാഹ് എന്ന് പറഞ്ഞില്ല, ഇബാദുർ റബ്ബ് എന്നും പറഞ്ഞില്ല, ഇബാദുർ റഹ്മാൻ, റഹ്മാൻ്റെ അടിമ എന്നാണ് പറഞ്ഞത്. നമുക്കറിയാമല്ലോ അള്ളാഹുവിൻ്റെ വിശേഷങ്ങളായ സുവിശേഷങ്ങളായ രണ്ട് വിശേഷണങ്ങൾ അർ റഹ്മാൻ അർ റഹീം. ഈ റഹ്മാൻ എന്ന പ്രയോഗത്തിന് വിശാലമായ അർത്ഥമാണ്. അഥവാ അവന് വഴിപ്പെട്ടവർക്കും വഴിപ്പെടാത്ത ആളുകൾക്കും, അവൻ പറഞ്ഞത് അനുസരിക്കുന്നവർക്കും അനുസരിക്കാത്തവർക്കും എല്ലാം ഒരുപോലെ ഗുണം ചെയ്യുക എന്നതാണ് അർ റഹ്മാൻ എന്ന പ്രയോഗത്തിനർത്ഥം. അപ്പോൾ നോക്കൂ നിങ്ങൾ, വ ഇബാദുർ റഹ്മാൻ, റഹ്മാൻ്റെ അടിമ എന്നാണ് അവിടെ പറഞ്ഞത്. അവിടെ വകതിരിച്ച് പറഞ്ഞില്ല എന്നെ അനുസരിക്കുന്നവരെ എന്നല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രയോഗിച്ചത്, അള്ളാൻ്റെ അടിമ എന്നുമല്ല പ്രയോഗിച്ചത്, മറിച്ച് റഹ്മാൻ്റെ അടിമ എന്നാണ് അവിടെ പ്രയോഗിച്ചത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അർ റഹ്മാൻ എന്നാണ് പ്രയോഗിച്ചത് അവിടെ. അഥവാ അള്ളാഹുവിനെ അനുസരിക്കുന്നവർക്കും അനുസരിക്കാത്തവർക്കും ഈ പ്രയോഗത്തിൽ അള്ളാഹു വലിയ സ്ഥാനം നൽകുന്നുണ്ട് എന്നു സാരം. അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ സ്വഭാവത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ ഖുലുഖുഹു ഖുലുഖുൽ ഖുർആൻ എന്നായിരുന്നു മഹാനവറുകളുടെ കുറിച്ച് സ്വഭാവത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ, അള്ളാഹുവിൻ്റെ അപാരമായ റഹ്മത്തിൻ്റെ കീഴിൽ മുഅ്മിനീങ്ങൾ മാത്രമല്ല അവനെ അനുസരിക്കാത്തവരും ആ റഹ്മത്തിൽ ഉൾപ്പെട്ടവരാണ് എന്നാണ് വ ഇബാദുർ റഹ്മാൻ എന്ന ഒരു പ്രയോഗത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂചിപ്പിക്കുന്നത്. അതോടൊപ്പം ഇവിടെ റഹ്മാൻ്റെ അടിമ, എൻ്റെ കുട്ടി എന്നൊക്കെ നമ്മൾ പ്രയോഗിക്കാറുണ്ടല്ലോ. നമുക്ക് വ്യത്യസ്ത കുട്ടികളുണ്ടാവാം, 4-5 മക്കളൊക്കെ ഉണ്ടാവാം. എങ്കിൽ പോലും എൻ്റെ കുട്ടി എന്നുള്ളൊരു പ്രയോഗം, ആ പ്രയോഗം കൂടെ ഇതിനകത്ത് ഉണ്ട് എന്ന് മഹാന്മാരായ മുഫസ്സിറുകൾ രേഖപ്പെടുത്തുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കുറിച്ച് ആയിഷ ബീവിയോട് ചോദിക്കുന്നുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഭാവം എങ്ങനെയുള്ളതായിരുന്നു എന്ന്. അവിടുന്ന് ആയിഷ ബീവി പറയുന്നത് ഖുലുഖുഹു ഖുലുഖുൽ ഖുർആൻ, ഖുർആൻ്റെ സ്വഭാവമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഭാവം എന്ന് ആയിഷ ബീവി മറുപടി പറയുന്നുണ്ട്. അപ്പോൾ ഖുർആൻ്റെ സ്വഭാവം അത് അള്ളാഹുവിൻ്റെ സ്വഭാവമായിരിക്കണം. അതുകൊണ്ട് തന്നെയാണ് ഹദീസിൽ കാണാം തഖല്ലഖു ബി അഖ്ലാഖില്ലാ, നിങ്ങൾ അള്ളാഹുവിൻ്റെ സ്വഭാവത്തെ സ്വീകരിക്കണം, അള്ളാഹുവിൻ്റെ സ്വഭാവത്തെ നിങ്ങൾ സ്വീകരിക്കണമെന്ന് ഹദീസിൽ പറയുന്നു. എങ്ങനെയാണ് അള്ളാഹുവിൻ്റെ വിശേഷണങ്ങളെ നമുക്കൊരിക്കലും ഉൾക്കൊള്ളാൻ കഴിയില്ല. പക്ഷേ അള്ളാഹു അവൻ വിശുദ്ധ ഖുർആനിലൂടെ നമ്മോട് പഠിപ്പിച്ച ധാരാളം സ്വഭാവങ്ങളുണ്ട്. ആ സ്വഭാവത്തിൽപ്പെട്ട ഒന്നാണ് ഇവിടെ പരാമർശിച്ചത്. അഥവാ നമ്മുടെ കൂട്ടുകാർ, നമ്മുടെ കുടുംബത്തിൻ്റെ അയൽപ്പക്കത്ത് ജീവിക്കുന്നവർ, നമ്മുടെ നാട്ടിലെ നമ്മുടെ കൂട്ടുകാർ, അക്കൂട്ടത്തിൽ നമ്മുടെ മതത്തിൽ ഇല്ലാത്തവരാണെങ്കിൽ പോലും റഹ്മത്തോടുകൂടെ വളരെ കരുണയോടുകൂടെ വർത്തിക്കണമെന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വ ഇബാദുർ റഹ്മാൻ എന്ന പ്രയോഗത്തിലൂടെ നമ്മോട് പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് വിശുദ്ധ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തഖല്ലഖു ബി അഖ്ലാഖില്ലാ, അള്ളാഹുവിൻ്റെ സ്വഭാവത്തെ നിങ്ങൾ സ്വീകരിക്കണമെന്നും പറയാൻ കാരണം അള്ളാഹുവിന് വഴിപ്പെടാത്ത ആളുകളാണ് നമുക്ക് മുമ്പിലൊക്കെ ധാരാളം കാണുന്നത്. എങ്കിൽ പോലും അവരുടെ വെള്ളം, അവരുടെ വായു, അവരുടെ ശ്വസനം, അവരുടെ മറ്റു കാര്യങ്ങൾ, അവരുടെ സാമ്പത്തികം ഒന്നും അള്ളാഹു തടഞ്ഞു വെച്ചില്ല. എങ്കിൽ നമുക്ക് മുമ്പിൽ ജീവിക്കുന്നവർ അവർ ആരാണെങ്കിലും, അവർക്ക് മതമുണ്ടാവട്ടെ മതമില്ലാതിരിക്കട്ടെ, ആരാണെങ്കിലും അവരെ ജീവിക്കുവാനും അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുവാനും വിശുദ്ധ ഖുർആനും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും നമ്മോട് കൽപ്പിക്കുകയാണ്. മാത്രമല്ല മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അവിടുന്ന് പ്രത്യേകമായി തൻ്റെ അയൽപ്പക്കത്ത് ജീവിച്ചു കൊണ്ടിരിക്കുന്ന അന്യമതസ്ഥരായ ആളുകൾക്ക്
ആട് അറുത്ത് അതിനെ വേവിച്ച് അതിനെ പാകം ചെയ്ത് അവർക്ക് കൊണ്ടെത്തിച്ചു കൊടുത്ത് സന്തോഷിപ്പിക്കുമായിരുന്നു എന്ന് മഹാന്മാരായ ഉലമാ അവരുടെ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തുന്നുണ്ട്. ഇബ്നു ഉമർ എന്ന് പറഞ്ഞാൽ മുത്തബിഉസ് സുന്ന, അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ സുന്നത്തിനെ ഒപ്പിയെടുക്കുക എന്ന അപരനാമം തന്നെ ഏറ്റെടുത്ത, അതിന് അപരനാമത്തിൽ അറിയപ്പെടുന്ന വലിയ സ്വഹാബി വര്യരാണ്. അവരാണ് ഈ അയൽപ്പക്കത്തുള്ള അന്യമതസ്ഥർക്ക് വേണ്ടി ആടറുക്കുകയും അത് കൊണ്ടുപോയി കൊടുക്കുകയും ചെയ്തിരുന്നു എന്ന് ചരിത്രം നമ്മോട് പറയുന്നത്. അത്രമാത്രം നമ്മുടെ കൂടെ ജീവിക്കുന്ന ആരോടും നമ്മുടെ ജീവിതത്തിൽ ആ ഒരു കരുണയായ പെരുമാറ്റം ഉണ്ടാവണമെന്നാണ് ഈ വിശുദ്ധ ഖുർആനിൻ്റെ താല്പര്യമെന്ന് മഹാന്മാരായ ഉലമാ നമ്മെ പഠിപ്പിക്കുന്നു. മാത്രമല്ല അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രയോഗം തന്നെ ഇവിടെ കാണാം. ഇബാദുർ റഹ്മാൻ എന്ന് ഇതുപോലെയുള്ള മറ്റൊരു പ്രയോഗം സൂറത്തുൽ ഇസ്രാഇന്റെ തുടക്കത്തിലുണ്ട്. സുബ്ഹാനല്ലദി അസ്റാ ബിഅബ്ദിഹി, അള്ളാഹുവിൻ്റെ അടിമയെ കൊണ്ട് അള്ളാഹു പ്രയാണം നടത്തി എന്ന് കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ അബ്ദ് എന്നുള്ള പ്രയോഗം അള്ളാന്റെ അടിമ എന്ന് പ്രയോഗിച്ചു. അതുപോലെ വേറൊരു ആയത്തിൽ കാണാം ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫു, തെറ്റുകൾ യഥേഷ്ടം ചെയ്ത അടിമകളെ കുറിച്ച് അള്ളാഹു പറയാണ് യാ ഇബാദിയല്ലദീന അസ്റഫു, തെറ്റുകൾ ചെയ്ത അടിമകളെ, തെറ്റുകൾ ചെയ്ത അടിമകളെ. അവിടെയും അള്ളാഹുവിൻ്റെ ക്രോധമായ പ്രയോഗങ്ങളൊന്നും, പേടിപ്പിക്കുന്ന പ്രയോഗങ്ങളൊന്നും നമുക്ക് കാണാൻ കഴിയുന്നില്ല. മറിച്ച് അള്ളാഹു അവിടെയും എത്ര തെറ്റു ചെയ്താലും ലാ തഖനതു മിർ റഹ്മത്തില്ല, അള്ളാഹുവിൻ്റെ കരുണയെ തൊട്ട് നിങ്ങൾ ആശ വിടരുത് എന്ന് ഹദീസിൽ പറഞ്ഞതുപോലെ തന്നെ ഇവിടെയൊക്കെ എത്ര തെറ്റുകൾ ചെയ്ത് കുമ്പരിസരിക്കാൻ മാത്രം പ്രയാസം അവരുടെ മേനയിലുണ്ടെങ്കിൽ പോലും അള്ളാഹുവിൻ്റെ പ്രയോഗം യാ ഇബാദിയല്ലദീന എന്നാണ്, എൻ്റെ അടിമകളെ എന്നാണ് അവരെയും അള്ളാഹു പ്രയോഗിക്കുന്നത്. അഥവാ അള്ളാഹു സുബ്ഹാനഹു വ തആല തൻ്റെ അടിമകൾക്ക് ഏത് രൂപത്തിലുള്ള പ്രയോഗങ്ങളാണോ, സ്വഭാവങ്ങളാണോ, ഏതൊക്കെ രൂപത്തിലുള്ള റഹ്മത്താണോ കാണിച്ചത്, ആ റഹ്മത്ത് നമ്മളെ കൊണ്ട് കഴിയുന്ന രൂപത്തിൽ കാണിക്കാൻ വേണ്ടിയാണ് ഈ പ്രയോഗം നടത്തിയത് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് മഹാന്മാർ രേഖപ്പെടുത്തുന്നത് കാണാം. അതുകൊണ്ട് തന്നെ മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസിൽ പറയുന്നുണ്ട് സലാസും മൻ കുന്ന ഫീഹി ഹാസബഹുല്ലാഹു ഹിസാബൻ യസീറ, മൂന്നാളുകൾ അവർ അള്ളാഹുവിൻ്റെ അടുക്കൽ അവരെ ഒഴിച്ചുവിടും, എന്നിട്ട് അവരെ സ്വർഗത്തിലേക്ക് കയറ്റും. ഹാസബഹു ഹിസാബൻ യസീറ, ചെറിയ വിചാരണ നടത്തുമെന്ന് പറഞ്ഞതിന് ഉദ്ദേശം അവരുടെ കേച്ചിലാക്കും, അവരെ പറഞ്ഞുവിടും എന്നാണ് ആ പ്രയോഗത്തിനർത്ഥമെന്ന് ഉലമാ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഏതാണ് ആ 3 പേർ? തുഅ്താ മൻ ഹറമക്, അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു തുഅ്താ മൻ ഹറമക്, നിന്നെ തടഞ്ഞു വെച്ചവർക്ക് നീ നൽകുക തന്നെ ചെയ്യുക. നിനക്ക് വഴി തടഞ്ഞവർക്ക് നീ വഴി കൊടുക്കണം, നിനക്ക് ഭക്ഷണം തടഞ്ഞവർക്ക് നീ ഭക്ഷണം കൊടുക്കണം, നിന്റെ വെള്ളം തടഞ്ഞവർക്ക് നീ വെള്ളം കൊടുക്കണം. നിന്നെ ഏതൊക്കെ രൂപത്തിൽ തടഞ്ഞു വെച്ചവരുണ്ടോ, പ്രയാസപ്പെടുത്തിയവരുണ്ടോ, നീ അതൊരിക്കലും നോക്കേണ്ടതില്ല. നിന്നെ തടഞ്ഞ ഏതൊക്കെ കാര്യങ്ങളുണ്ടോ, ആരൊക്കെയുണ്ടോ, അവർക്കൊക്കെ നീ നിന്റെ വിശാലമായ കരുണയുടെ കവാടം തുറന്നു കൊടുക്കുക. അതാണ് ഒരു കാര്യമായി സ്വർഗത്തിലേക്ക് ചെല്ലാനുള്ള ഏറ്റവും എളുപ്പ വഴിയായി മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മോട് പറഞ്ഞത് തുഅ്തി മൻ ഹറമക്, നിന്നെ വെടിഞ്ഞവർക്ക്, നിന്നെ തടഞ്ഞവർക്ക് നീ ആ തടഞ്ഞ ഏതൊക്കെ മാർഗങ്ങളുണ്ടോ അതിലൊക്കെ നീ അവർക്ക് വിശാലത ചെയ്തു കൊടുക്കുക എന്ന്. നമ്മുടെയൊക്കെ കൂട്ടത്തിൽ, നമ്മുടെയൊക്കെ അയൽപ്പക്കത്ത്, നമ്മുടെയൊക്കെ കുടുംബത്തിൽ പലതും തടയപ്പെട്ടവരുണ്ടാകും. ആ തടയപ്പെട്ട കാരണം കൊണ്ട് എത്രയോ കാലം പ്രയാസമനുഭവിച്ചു പരസ്പരം മിണ്ടാൻ പോലും കഴിയാതെ കഴിയുന്നവരുണ്ടാകും. അവിടെ നമ്മൾ കരുണയുടെ കവാടം തുറക്കണം. നമ്മളോട് അവരിങ്ങനെ ചെയ്താൽ പോലും നമ്മൾ തിരിച്ചു ചെയ്യേണ്ടത് അവർക്ക് വിശാലമാക്കി കൊടുക്കുക എന്നുള്ളതാണ്. മാത്രമല്ല വതഅഫു അമ്മൻ ളലമക്, നിന്നെ ആക്രമിച്ച ആളുകൾക്ക് നീ മാപ്പ് കൊടുക്കുക. അക്രമിക്ക് മാപ്പ് കൊടുക്കുക എന്നുള്ള ഏറ്റവും വലിയ തത്വം മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മോട് പഠിപ്പിക്കുകയാണ്. നമ്മെ ചീത്ത പറഞ്ഞവരുണ്ട്, നമ്മെ ആക്രമിച്ചവരുണ്ട്, ശാരീരികമായി ഉപദ്രവിച്ചവരുണ്ട്, പല ഘട്ടങ്ങളിലും നമ്മെ പ്രയാസപ്പെടുത്തിയ ആളുകളുണ്ടാവാം, കൂട്ടുകാരുണ്ടാവാം, കുടുംബത്തിലുള്ളവരുണ്ടാവാം, അന്യമതസ്ഥരിൽപ്പെട്ടവരാളുകളുണ്ടാവാം. അവരോടൊക്കെ മാപ്പ് കൊടുക്കുന്ന പ്രതിഭാസം
അതാണ് ഒരു മുഅ്മിനിൻ്റെ ഏറ്റവും സ്വർഗത്തിൽ കടക്കാനുള്ള എളുപ്പ വഴി എന്ന് മഹാന്മാർ രേഖപ്പെടുത്തുന്നുണ്ട്. മറ്റൊന്നാണ് വതസിലു മൻ ഖതഅക്, നിന്നോട് ഇങ്ങോട്ട് ബന്ധം വിച്ഛേദിച്ചവർക്ക് നീ അങ്ങോട്ട് ചെന്ന് മിണ്ടുക എന്ന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രത്യേകിച്ച് പ്രവാസികളാകുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ഗ്രഹിക്കേണ്ടതുണ്ട്. ഒരു ഫോൺ കോൾ ഉമ്മയ്ക്ക് വേണ്ടി നമ്മൾ വിളിക്കുമ്പോൾ ഉമ്മ എടുത്തില്ല, ഭാര്യയ്ക്ക് വേണ്ടി നമ്മൾ വിളിച്ചപ്പോൾ ഭാര്യ എടുത്തില്ല, എങ്കിൽ ഇനി അവളൊന്ന് വിളിക്കട്ടെ അത് കാണാം എന്ന് അവളെ ഒന്ന് ചൊടിപ്പിക്കുന്ന, അല്ലെങ്കിൽ കുടുംബക്കാരെ ചൊടിപ്പിക്കുന്ന രൂപത്തിൽ ഫോൺ വിളിക്കാതെ നിൽക്കുന്ന സാഹചര്യം നമ്മൾ ഒഴിവാക്കേണ്ടതുണ്ട്. നമുക്കാണെങ്കിലും അങ്ങോട്ടാണെങ്കിലും തിരിച്ചാണെങ്കിലും അവിടെയൊക്കെ വിശാലമായ നമ്മുടെ കരുണയുടെ കവാടം തുറക്കണം. അഥവാ ഇങ്ങോട്ട് വിളിച്ചില്ലെങ്കിലും അങ്ങോട്ടൊന്ന് വിളിച്ചു നോക്കണം, ഇങ്ങോട്ട് മിണ്ടിയില്ലെങ്കിലും അങ്ങോട്ടൊന്ന് മിണ്ടി നോക്കണം. അതുപോലെ തന്നെ ഭാര്യയെയും മാതാപിതാക്കളെയും നമ്മൾ അവർക്ക് വിളിച്ചിട്ട് കിട്ടിയില്ല എങ്കിൽ വീണ്ടും ശ്രമിക്കുക. അവർ തിരിച്ച് വിളിക്കുമെന്ന് നമ്മൾ കാത്തിരിക്കേണ്ടതില്ല. നമ്മൾ ആണ് അതിനെയൊക്കെ കാര്യങ്ങളൊക്കെ ഗ്രഹിച്ച് മനസ്സിലാക്കി പഠിച്ച് കൈകാര്യം ചെയ്യേണ്ടവർ. മാത്രമല്ല നമ്മുടെ സുഹൃത്തുക്കൾ എത്രയോ കാലമായി ഒന്ന് വിളിച്ചിട്ട് തിരിച്ചൊന്ന് വിളിക്കാം, നമുക്കൊന്ന് പരസ്പരം മിണ്ടാം, പരസ്പരം ഒന്ന് സ്നേഹിക്കാം, പരസ്പരം പഴയ കാര്യങ്ങൾ പറഞ്ഞ് നമുക്കൊന്ന് സന്തോഷിക്കാം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ഭാഗത്ത് നിന്നുണ്ടാവേണ്ടതുണ്ട്. അതൊക്കെ ഇബാദുർ റഹ്മാൻ, റഹ്മാൻ്റെ അടിമ എന്ന പ്രയോഗത്തിൽ നമ്മളൊക്കെ റഹ്മാൻ്റെ അടിമയാവണമെങ്കിൽ ആ റഹ്മത്താകുന്ന കരുണയാകുന്ന പ്രയോഗം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവേണ്ടതുണ്ട്. പ്രത്യേകിച്ച് കുടുംബ ബന്ധങ്ങൾ, എത്രയോ ബന്ധങ്ങൾ വ്യതിചലിച്ച് പ്രയാസപ്പെട്ട് അങ്ങുമിങ്ങും ദൂരെ നിൽക്കുന്നവരുണ്ട്. ഒന്ന് മിണ്ടാൻ കൊതിക്കുന്ന ഉമ്മയുണ്ട്, ഒന്ന് കാണാൻ കൊതിക്കുന്ന മക്കളുണ്ട്, ഒന്ന് മിണ്ടട്ടെ എന്ന് കരുതി കാത്തിരിക്കുന്ന കുടുംബക്കാരുണ്ട്, എളാപ്പ മൂത്താപ്പമാരുണ്ട്. അവിടെയൊക്കെ നാമാണ് മുൻകൈയെടുക്കേണ്ടത്. നമ്മളൊന്ന് സംസാരിക്കണം, നമ്മളൊന്ന് ഫോൺ വിളിക്കണം, നമ്മളൊന്ന് പരസ്പരം കണ്ട് മിണ്ടണം. അങ്ങനെയാകുമ്പോൾ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച ആ വലിയ വിശാലമായ റഹ്മത്തിൻ്റെ വഴിയിൽ നമ്മളുണ്ടാകും. പ്രത്യേകിച്ച് വിശുദ്ധ റമദാൻ ക്ഷമയുടെ മാസമാണ്. ക്ഷമക്ക് അള്ളാഹു നൽകിയ പ്രതിഫലം സ്വർഗമാണ്. ആ സ്വർഗം നമുക്ക് ലഭിക്കണമെങ്കിൽ നമ്മുടെ ആ ക്ഷമക്ക് മുമ്പിൽ എല്ലാം ഒതുങ്ങണം. ആരെങ്കിലും ഇങ്ങു ചീത്ത വിളിച്ചാൽ അതിൻ്റെ പേരിൽ തെറ്റി നിൽക്കേണ്ടതില്ല, പ്രയാസപ്പെടേണ്ടതില്ല, മിണ്ടാതിരിക്കേണ്ട കാര്യമില്ല. പ്രത്യേകിച്ച് നമ്മുടെ കുടുംബം, അയൽപ്പക്കം, നാട്ടുകാർ, അവിടെയൊക്കെ നമ്മുടെ ഈ കരുണയുടെ കവാടം നമ്മൾ മലർക്കെ തുറന്നിട്ട് കൊടുക്കണം, അവർക്ക് വിശാലമാക്കി കൊടുക്കണം. എല്ലാ കാര്യങ്ങളിലും അവരുടെ വെള്ളം, അവരുടെ വസ്ത്രം, അവരുടെ ഭക്ഷണം, അവരുമായി ബന്ധപ്പെട്ട എന്തൊക്കെ സൗകര്യങ്ങളുണ്ടോ നമ്മൾക്കുണ്ടാവുന്നതെല്ലാം അവർക്ക് ചെയ്തു കൊടുത്ത് നമ്മുടെ റഹ്മത്ത് അവരിലേക്ക് പകരണമെന്നാണ് ഇബാദുർ റഹ്മാൻ എന്ന ഒരൊറ്റ ആയത്തിൻ്റെ അല്പശകലത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുന്ന വലിയ സന്ദേശം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വിശുദ്ധ റമദാനിൻ്റെ പവിത്രമാകുന്ന ദിനങ്ങളിൽ ധാരാളം നന്മകൾ ചെയ്യാൻ നമുക്ക് സാധിച്ചില്ല എങ്കിൽ പോലും ഉള്ള നന്മകൾ അള്ളാഹു നമ്മിൽ നിലനിർത്തി തരുമാറാവട്ടെ. പ്രത്യേകിച്ച് ഇതുപോലെയുള്ള കരുണ കൊടുക്കേണ്ട, നന്മ ചെയ്തു കൊടുക്കേണ്ട ഘട്ടങ്ങളിലൊക്കെ നമുക്ക് അള്ളാഹു അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ കുടുംബത്തിൽ നമ്മൾ മിണ്ടാത്തതുകൊണ്ട് വിഷമിച്ച് നിൽക്കുന്നവരുണ്ടാവാം, പ്രയാസപ്പെടുന്നവരുണ്ടാവാം, നമ്മുടെ കൂട്ടുകാരിലുണ്ടാവാം, നമ്മുടെ കുടുംബത്തിൽ പല ആളുകളും ഉണ്ടാവാം. അവിടെയൊക്കെ നാം മുൻകൈയെടുത്തുകൊണ്ട് അവരെ മിണ്ടിപ്പിക്കാനും അവരെ സൗഹൃദത്തിൻ്റെ ആ വഴിയിലേക്ക് കൊണ്ടുവരാനും നമ്മൾ ശ്രമിച്ചാൽ പ്രത്യേകിച്ച് വിശുദ്ധ റമദാനിൽ അതിന് വലിയ പുണ്യം ലഭിക്കുക തന്നെ ചെയ്യും. ഈ വിശുദ്ധ റമദാൻ മുവാസാത്ത്, പരസ്പരം സ്നേഹിക്കുന്നതിൻ്റെ, സഹായിക്കുന്നതിൻ്റെ മാസം കൂടെയാണെന്ന് അള്ളാഹുവിൻ്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചതാണല്ലോ. അതുകൊണ്ട് തന്നെയാണ് അവസാനം പറഞ്ഞ ഈ ഹദീസ്, തുഅതി മൻ ഹറമക, നിന്നെ വെടിഞ്ഞയാളുകളെ നീ അങ്ങോട്ട്, നിന്നെ തടഞ്ഞയാളുകൾക്ക് നീ അങ്ങോട്ട് വഴിവെട്ടുക. വതഅഫു അമ്മൻ ളലമക്, നിന്നെ ആക്രമിച്ച ആളുകൾക്ക് നീ മാപ്പ് കൊടുക്കുക. അത് വാക്കുകൊണ്ടാവാം, പ്രവൃത്തി കൊണ്ടാവാം, എവിടെയാണെങ്കിലും നീ അവർക്ക് മാപ്പ് കൊടുത്തേക്ക്. മാപ്പ് കൊടുത്താൽ അദ്ദേഹം ശിക്ഷയിൽ നിന്ന് ഒഴിഞ്ഞു മാറും, ശിക്ഷയിൽ നിന്ന് അദ്ദേഹത്തിന് ഇളവ് കിട്ടും. ആ ശിക്ഷയിൽ നിന്ന് അദ്ദേഹത്തിന് ഇളവ് കിട്ടൽ എന്തു കാരണം കൊണ്ടാണ്? നമ്മളുടെ വാക്കുകൊണ്ടാണെങ്കിൽ തീർച്ചയായും അതിനുള്ള കൂലിക നമുക്ക് ലഭിച്ചുകൊണ്ടേയിരിക്കും. മാത്രമല്ല വതസിലു മൻ ഖതഅക, നിന്നെ ഇങ്ങോട്ട് ബന്ധം വിച്ഛേദിക്കാൻ വേണ്ടി മുന്നിട്ടിറങ്ങിയ ആളുകളോട് നീ അങ്ങോട്ട് പോയി മിണ്ടണമെന്ന്
വിശുദ്ധ ഇസ്ലാം നമ്മെ പഠിപ്പിക്കുകയാണ്. പ്രത്യേകിച്ച് വിശുദ്ധ റമദാനിൽ ഇങ്ങനെയുള്ള നന്മകൾ നമ്മളിൽ നിന്നും ഉണ്ടാവണമെന്നാണ് ഈ സമയത്ത് എന്നോടും നിങ്ങളോടും ഓർമ്മപ്പെടുത്താനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞ ഇബാദുർ റഹ്മാൻ എന്ന ആ ഒരു നല്ല അടിമകളുടെ കൂട്ടത്തിൽ അള്ളാഹു നമുക്ക് ഇടം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഭാവം എന്താണെന്ന് ആയിഷത്തുൽ കുബറ റളിയല്ലാഹു അൻഹ പഠിപ്പിച്ചതും ഖുലുഖുഹു ഖുലുഖുൽ ഖുർആൻ, ഖുർആനായിരുന്നു മുത്തുനബിയുടെ സ്വഭാവം എന്നാണ്. ശുദ്ധ ഖുർആനിൻ്റെ സ്വഭാവം, അള്ളാഹുവിൻ്റെ സ്വഭാവം, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഭാവം, ആ സ്വഭാവം മാക്സിമം നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ ഈ വിശുദ്ധ റമദാനും ഈ ദിനങ്ങളും പ്രത്യേകിച്ച് ഈ ക്ലാസ്സുമൊക്കെ കാരണമാവണം. അള്ളാഹു അത്തരത്തിൽ നല്ല ഒരു ഉദ്യമനമായി ഇത് നമ്മിൽ നിന്നും സ്വീകരിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. വിശുദ്ധ റമദാനിൻ്റെ ഈ പകലിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും കൂടുതൽ അവൻ്റെ അടിമകളോട് കരുണ ചെയ്യുന്ന സമയങ്ങളാണ്. പ്രത്യേകിച്ച് നോമ്പ് തുറക്കാൻ നമ്മുടെ നാട്ടിൻ്റെ സമയം ഇപ്പോൾ നോമ്പ് തുറക്കാൻ അടുത്തായി കഴിഞ്ഞിരിക്കുന്നു. നോമ്പ് തുറക്കുന്ന സമയത്ത് ചെയ്യേണ്ട കർമ്മങ്ങളുണ്ട്. പ്രത്യേകിച്ച് നോമ്പ് ഇരിക്കുന്ന ആ ഒരു സമയത്ത്, കാത്തിരിക്കുന്ന സമയത്ത് അള്ളാഹുവിനോട് പ്രത്യേകമായി നരകത്തെ തൊട്ട് കാവലിനെ ചോദിക്കാൻ വേണ്ടി മഹാന്മാർ പഠിപ്പിച്ചത് കാണാം. അല്ലാഹുമ്മ അഅ്തിഖ്നി മിനന്നാർ വഅദ്ഖിൽനൽ ജന്നത യാ റബ്ബൽ ആലമീൻ എന്ന ദിക്ർ ചൊല്ലുക എന്നുള്ളത് നോമ്പ് തുറക്കുന്ന ആ സമയത്ത് പ്രത്യേകം സുന്നത്തുണ്ട്. അത് മഹാന്മാർ പഠിപ്പിച്ചിട്ടുണ്ട്. ആ സമയത്ത് പ്രാർത്ഥനക്കും വല്ലാത്ത ഇജാബത്തുണ്ട്, ഉത്തരം കിട്ടുമെന്നും ആ സമയത്ത് ദുനിയാവും ആഖിറവുമായി ബന്ധപ്പെട്ട് ഏതു കാര്യങ്ങൾ ചോദിച്ചാലും അതിന് മറുപടി ഉണ്ടാകുമെന്നും മഹാന്മാർ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. ഈ അവസാന സമയത്ത് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ ദുആയും നമ്മുടെ ഈ കൂടലും ഈ പിരിയലുമൊക്കെ കബൂലാക്കുമാറാവട്ടെ. വിശുദ്ധ റമദാൻ അനുകൂലമായി സാക്ഷി നിന്ന് നാളെ സ്വർഗത്തിൽ നമുക്കെല്ലാവർക്കും ഒത്തുകൂടാൻ സാധിക്കുന്ന ഒരു സുന്ദരമായ ഘട്ടം അള്ളാഹു നമ്മിൽ നിന്നും സംജാതമാക്കുമാറാവട്ടെ. അതിനുള്ള കാരണമായി വഴിയായി ഈ ക്ലാസ്സുകളും ഈ സംരംഭങ്ങളും അള്ളാഹു നമ്മിൽ നിന്നും സ്വീകരിക്കുമാറാവട്ടെ. നമ്മുടെ കൂട്ടത്തിൽ കഴിഞ്ഞ തവണയുണ്ടായിരുന്ന എത്രയോ പേർ മരണപ്പെട്ടു പോയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കൂടെ പ്രയാസമുള്ള ധാരാളം ആളുകളുണ്ട്. അവർക്കൊക്കെ അള്ളാഹു വലിയ ശിഫ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വിട പറഞ്ഞവർക്ക് അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നാളെ നാമും വിട പറയുമ്പോൾ ഇങ്ങനെയുള്ള സദസ്സെങ്കിലും സംഘടിപ്പിച്ചു ഞാനിത് ശ്രവിച്ചിരുന്നു എന്ന് നാളെ പറയാനുതകുന്ന രൂപത്തിൽ നന്മയുടെ ഒരു ഭാഗമായി അള്ളാഹു നമ്മിൽ നിന്ന് ഈ സംരംഭത്തെ സ്വീകരിക്കുമാറാവട്ടെ. ഷഫാഅത്തിന് അർഹതയുള്ളവരിൽ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മെ സ്വീകരിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അല്ലാഹുമ്മ റബ്ബന ഹബ് ലനാ മിൻ അസ്വാജിന വദുർരിയാതിന ഖുർറത അഅ്യുനിൻ വജ്അൽനാ ലിൽമുത്തഖീന ഇമാമ. اللهم اجعل هذا الشهر الشريف العظيم شاهدا لنا لا شاهدا علينا واجعله حجة لنا لا حجة علينا. اللهم اعتق رقابنا ورقاب آبائنا وأمهاتنا وأساتذتنا وأقربائنا ومن تعلقوا بنا من الديون والمظالم والنار. اللهم اجعلنا من السعداء المقبولين ولا تجعلنا من الأشقياء المطرودين. وآخر دعوانا الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.